എന്നീ ദമ്പതികളുടെ മകനായി തൃശ്ശൂരിൽ ജനനം. ഇപ്പോഴും താമസിക്കുന്നത് വാടക വീട്ടിൽ. 30-കാരനായ ഹിരൺദാസ് മുരളി എന്ന വേടൻ്റെ കഥ തുടങ്ങുന്നത് ഇങ്ങനെ. ലക്ഷക്കണക്കിന് ആരാധകർ സ്റ്റേജിന് മുന്നിൽ ഇളകിമറിയുമ്പോൾ വേദി കീഴടക്കുന്ന കൊച്ചു പയ്യൻ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് റാപ്പർ ഹിരൺദാസ് കേരളത്തിലെ യുവമനസ്സുകളെ കീഴടക്കി വേടനായി മാറിയത് അതിവേഗമാണ്. പ്രശസ്തിയും ആരാധകരും കൈനിറയെ കാശും എത്തിയപ്പോഴാണ് വേടന് വഴിതെറ്റിപ്പോയെന്ന് പലരും പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബം താമസിക്കുന്നത് തൃശ്ശൂരിലെ വാടക വീട്ടിൽ ആണെന്ന സത്യം ആരാധകർ തിരിച്ചറിഞ്ഞത് ഞെട്ടലോടെയാണ്. കഷ്ടപ്പാടുകൾക്ക് നടുവിലും ആരുടെയും സഹായമില്ലാതെ തനിച്ച് വളർന്നു വന്ന വേടന് ഇന്നുണ്ടാക്കിയ പ്രശസ്തിയും പകട്ടുമെല്ലാം തനിയെ നേടിയെടുത്തതാണ്. 25-ാം വയസ്സിൽ പുറത്തിറങ്ങിയ ആദ്യ ഗാനം സൂപ്പർ ഹിറ്റായതോടെയാണ് വേടൻ്റെ ജീവിതം മാറിമറിഞ്ഞത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സ്വപ്നഭൂമി എന്ന കോളനിയിലാണ് വേടൻ ജനിച്ചത്. അച്ഛൻ മുരളി ഒരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു. അമ്മ ശ്രീലങ്കക്കാരിയും. മുരളിക്കും ഭാര്യയ്ക്കും 3 മക്കളാണ് ജനിച്ചത്. മൂത്തവൻ ഹരിദാസ് മുരളി, രണ്ടാമത്തെ മകനാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ, മൂന്നാമത്തേത് ഒരു പെൺകുട്ടിയാണ്. ജാതി പറഞ്ഞുള്ള അധിക്ഷേപം വളരെയധികം നേരിട്ട പയ്യനായിരുന്നു വേടൻ. കുട്ടിക്കാലം മുതൽക്കേ കറുപ്പിനോടുള്ള സമൂഹത്തിൻ്റെ വെറുപ്പും ജാതി അധിക്ഷേപവും ഏറ്റുവാങ്ങിയായിരുന്നു വേടൻ വളർന്നത്. അങ്ങനെ ചുറ്റുമുള്ളവർ കളിയാക്കി വിളിച്ച പേരായിരുന്നു വേടൻ എന്നത്. വളർന്നപ്പോൾ ആ പേര് തന്നെ സ്വയം തന്നോട് ചേർക്കുകയായിരുന്നു. അധികമൊന്നും പഠിച്ചിട്ടില്ലാത്ത വേടൻ നിർമ്മാണ മേഖലയിൽ കൂലിപ്പണിക്കും പോയിരുന്നു. സംഗീതത്തെ നെഞ്ചോട് ചേർത്ത കാലം മുതൽക്ക് സ്റ്റുഡിയോ ബോയിയായും ജോലി ചെയ്തിരുന്നു. അവിടെ നിന്നുമാണ് റാപ്പർ സംഗീതത്തിൻ്റെ പുതിയ മേഖലകളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. കുട്ടിക്കാലം മുതൽക്കേ വാടക വീടുകളിലായിരുന്നു മുരളിയും ഭാര്യയും മക്കളും താമസിച്ചിരുന്നത്. ഭാര്യ പണ്ട് മുതൽക്കേ അസുഖക്കാരിയായിരുന്നു. വാടക വീടുകൾ മാറി മാറിയുള്ള ജീവിതത്തിനിടയിലാണ് മുരളിയും കുടുംബവും മുളങ്കുന്നത്തുകാവിലെ വാടക വീട്ടിലേക്കും എത്തിയത്. അതിനു മുന്നേ തന്നെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആദ്യ ഗാനം വേടൻ പുറത്തിറക്കിയിരുന്നു. മകൻ ഉയർച്ചകളിലേക്ക് പോകവെയാണ് മുളങ്കുന്നത്തുകാവിലെ വീട്ടിലേക്ക് കുടുംബം എത്തുന്നത്. 2 വർഷത്തോളമാണ് ഇവർ ഇവിടെ താമസിച്ചത്. അതിനിടെയാണ് അമ്മയ്ക്ക് അസുഖം മൂർച്ഛിക്കുന്നതും ആ വീട്ടിൽ വെച്ച് മരണം സംഭവിക്കുന്നതും. പിന്നാലെ വേടൻ്റെ ചേട്ടൻ്റെ വിവാഹവും നടന്നു. എല്ലാവർക്കും കൂടി ആ വീട്ടിൽ താമസിക്കുക എന്നത് ബുദ്ധിമുട്ടായതോടെയാണ് അതിന് തന്നെ അടുത്തുള്ള ഒരു വില്ല പ്രൊജക്റ്റിലെ വീട് വേടൻ വാടകയ്ക്കെടുത്തത്. ജോലി ആവശ്യങ്ങളുമായി വേടൻ എപ്പോഴും എറണാകുളത്ത് ആയതിനാൽ തന്നെ ഈ വാടക വീട്ടിൽ താമസിക്കുന്നത് അച്ഛനും ചേട്ടനും ഭാര്യയും അനുജത്തിയുമാണ്. എല്ലായ്പ്പോഴും ഇവരുടെ വീട്ടുകാർക്കൊപ്പം കഴിയാൻ വേടൻ എത്തുകയും ചെയ്യാറുണ്ട്. നായകളെ ഏറെ സ്നേഹിക്കുന്ന വേടനൊപ്പം പണ്ട് മുതൽക്കേയുള്ള വളർത്തുനായയാണ് ബുദ്ധൻ. കുട്ടികളെയും നായകളെയും ഏറെ സ്നേഹിക്കുന്ന വേടൻ അവരെയെല്ലാം പ്രാണനാണ്. തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ സംഗീതത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും നായകളെക്കുറിച്ചുമുള്ള പോസ്റ്റുകളാണ് വേടൻ പങ്കുവയ്ക്കുന്നതിലേറെയും.